നമസ്കാരം. വനിത ഓണസദ്യയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൂട്ടുകറിയാണ്. കൂട്ടുകറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. വെജിറ്റബിൾസ് ഒരുപാട് നമുക്ക് ആവശ്യമാണ്. അതെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ വെള്ളരിക്ക, ചേന, ബീട്രൂട്ട്, കായ, പിന്നെ കടല, ക്യാരറ്റ്, ഇതൊക്കെയാണ് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത്. ഒരു 150 ഗ്രാം വീതമാണ് എല്ലാം എടുത്തിരിക്കണേ. പിന്നെ കടല എന്ന് പറയണത് നമ്മളൊരു 200 ഗ്രാം കടലയാണ് എടുത്തേക്കണേ. ഏകദേശം 4 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചു. അതിനുശേഷം നമ്മളൊരു 3 വിസിൽ ഇട്ട് വേവിച്ചതാണ്. മുഴുവൻ വേവിപ്പിച്ചിട്ടില്ല, ഒരു പകുതിയോളം വേവിച്ച് വെച്ചതാണ് കടല. പിന്നെ ഉള്ളത് വറ്റൽമുളകാണ്. ഒരു 6 വറ്റൽമുളക്, പച്ചമുളക് ഒരു 3 എണ്ണം നീളത്തിൽ അരിഞ്ഞതാണുള്ളത്. പിന്നെ ഒരു പിടി കരുവേപ്പില. ഇനി ഇവിടെ ഉള്ളത് നാളികേരമാണ്. നാളികേരം നമ്മൾ ഒരു 2 നാളികേരം മൊത്തത്തിൽ അരിഞ്ഞതാണ്. അത് 2 സെപ്പറേറ്റ് സെക്ഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് അരയ്ക്കാനുള്ളതും ഒന്ന് വറക്കാനുള്ളതും. കൂടുതലുള്ളതാണ് വറക്കാനുള്ളത്, കുറച്ചുള്ളത് അരയ്ക്കാനുള്ളതാണ്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കഷ്ണം ശർക്കര, പിന്നെ കടുക്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, പിന്നെ കുരുമുളക് പൊടി, ഉഴുന്നുപരിപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, ആവശ്യത്തിന് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അത് നമ്മൾ ആദ്യം കുക്കറിലേക്ക് ഇടുക. വെള്ളരിക്ക ഇട്ടു, ചേന ഇട്ടു, ബീട്രൂട്ട്, കായ, പിന്നെ ക്യാരറ്റ്. ഇത്രയും വെജിറ്റബിൾസ് ആണ് നമുക്കുള്ളത്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഉള്ളത് പച്ചമുളകാണ്. നമ്മൾ നീളനെയാണ് അരിഞ്ഞു വെച്ചിരിക്കണേ. പച്ചമുളക് ഫുൾ ആഡ് ചെയ്തു. ഒപ്പം കരുവേപ്പിലയും. കരുവേപ്പില മുഴുവൻ ഇല്ലെങ്കിലും ഒരു പിടി കരുവേപ്പില ഇതും ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഒരു കഷ്ണം ശർക്കര, വെള്ള ശർക്കരയാണ് നോർമലി നമ്മൾ ആഡ് ചെയ്യണേ. പക്ഷെ ഇവിടെ കുറച്ച് ബ്രൗൺ ശർക്കരയാണ് നമുക്ക് കിട്ടിക്കണേ, അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യണു. മഞ്ഞപ്പൊടി, അധികം കുത്തില്ലാതിരിക്കാൻ പാകത്തിന് വളരെ കുറച്ച് മഞ്ഞപ്പൊടി. മുളക് പൊടി, ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണു, കാരണം പച്ചമുളക് ഇട്ടുണ്ടല്ലോ. പിന്നെ വേറെ ഒരാളിപ്പോൾ വരുന്നുണ്ട്, കുരുമുളക് പൊടി വരുന്നുണ്ട്. അപ്പം കൂടുതൽ എരിവാവാനും പാടില്ല. അപ്പോൾ അതും നിറച്ചൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഉപ്പ് ഇപ്പോൾ ഒരു കണക്കിന് അങ്ങോട്ട് ഇടുകയാണേ. ഇത്രയും ഇട്ടിട്ട് ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഈ പച്ചക്കറികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ, ആ പച്ചക്കറികളിലേക്ക് ഒരു 1/4 ഭാഗത്തിൽ കുറവ്, ഒരേപോലെ നിൽക്കണ്ട, സമം നിൽക്കണ്ട, ഒരു ഇത്തിരി വെള്ളക്കുറവിൽ മതി നമുക്കിത് വേവിക്കണത്. കാരണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അത് കൂട്ടുകറി ആവില്ല, അതൊരു കുഴഞ്ഞു മഴഞ്ഞ ഒരു കറിയായി മാറും. എപ്പോഴും കൂട്ടുകറി എന്ന് പറയണത് കുറച്ച് കട്ടയായിട്ടിരിക്കണതാണ്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചു, 2 ഗ്ലാസ് ഒഴിച്ചു. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ പാകത്തിന് ഇതുണ്ട് എന്നുള്ളത്. കൂടാനും പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം വെള്ളം പാകത്തിനായിട്ടുണ്ട്. ഇങ്ങനെ പച്ചക്കറിയുടെ മുകളിൽ വരാൻ പാടില്ല, നേരെയും വരാൻ പാടില്ല, അതിന് താഴെ വെള്ളം നിൽക്കാൻ പാടുള്ളൂ. കാരണം ചേനയിലും വെള്ളരിക്കയിലൊക്കെ ജലാംശം ഉള്ളതല്ലേ, അതിറങ്ങാനും കൂടിയുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒരുപാട് വെള്ളമാവാൻ പാടില്ല. അങ്ങനെ പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 2 ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചത്. ഇതിലേക്ക് ഞാനിനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഓക്കെ, കുക്കർ അടച്ചു. അപ്പോൾ തീ കത്തിച്ചു. നമുക്ക് വിസിലാവാൻ വേണ്ടി കാത്തിരിക്കാം. 2 വിസിൽ വരണം, അതുവരെ കാത്തിരിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കണേ, ലോ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടേ നമുക്ക് നാളികേരം അരച്ചാലോ. അപ്പോൾ അരയ്ക്കാനുള്ള നാളികേരമാണ് ഇത്. കുറച്ച് അളവിലുള്ള നാളികേരമാണ് നമ്മൾ അരയ്ക്കണേ. ഈ നാളികേരത്തിൻ്റെ കൂടെ നമുക്ക് ജീരകം വേണം, പച്ചമുളകും വേണം. അരയ്ക്കുമ്പോൾ നമ്മൾ
നല്ലോണം അരയാൻ പാടില്ല, ഒരു 1/4 ഭാഗം, എന്നാൽ തീരെ കുറവ് അരവും ആവരുത്. നമ്മൾ മൊത്തത്തിൽ 2 നാളികേരമായിരുന്നു എടുത്തിരുന്നേ. അപ്പോൾ കൂട്ടുകറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വറക്കാനുള്ള നാളികേരാട്ടോ നമുക്ക് കൂടുതൽ വേണ്ടേ. നാളികേരത്തിലേക്ക് അരയ്ക്കാനുള്ള നാളികേരത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യണ്ടേ. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് ആഡ് ചെയ്യണ്ട. സ്വല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം. എന്തായി നോക്കട്ടെ കേട്ടോ. അരഞ്ഞിട്ടില്ല, ഒരു കുറച്ചുകൂടി ഒന്ന് പേസ്റ്റ് ആവാനുണ്ട്. ഒരു 1/4 ഭാഗം അരയണല്ലോ, അപ്പോൾ ഒരടിയും കൂടി നമുക്ക് അടിക്കാം. ഇതായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാളികേരം റെഡിയായി. ഒരു 1/4 ഭാഗത്തോളം അരഞ്ഞ് പേസ്റ്റ് ആക്കിയിട്ട് റെഡിയായി. മീൻവയൽ ഒരു വിസിൽ വന്നു കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ. ഇനി ഒരു വിസിൽ കൂടി വരണം. അപ്പോൾ ദാ നമ്മുടെ 2 വിസിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓഫ് ചെയ്യണേ, വേവായിട്ടുണ്ടാവും, ഓഫ് ചെയ്യണു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഈ പ്രഷർ ഒന്ന് പോകണമല്ലോ, അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കണം. ഇനിയുള്ളത് നാളികേരം വറക്കുന്ന പരിപാടിയാണ്. അതിന് നമ്മൾ കുറച്ച് വലിയ ഉരുളി തന്നെ കത്തിക്കുകയാണേ. ആ വറക്കണതിന് മുമ്പ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഉരുളി പിന്നെ വേഗം ചൂടായിക്കോളും, അതിൻ്റെ കുഴപ്പമില്ല. 2, 3, 4 സ്പൂൺ, 5 സ്പൂൺ ആക്കാം. വെളിച്ചെണ്ണയല്ലേ കിടക്കട്ടെ. ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒന്ന് മൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിടണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മൂപ്പാവാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്, കാരണം ഈ അടുപ്പിന് ഇത്തിരി ഫ്ലെയിം കുറവാണേ. അപ്പോൾ ഞാൻ ഈ അടുപ്പിലേക്ക് അത് മാറ്റുക. കുക്കറൊന്ന് മാറ്റിയിട്ട് വയ്ക്കട്ടെ. ഈ അടുപ്പ് കത്തിക്കാം. ഇതിലേക്ക് ഈ ഉരുളീനെ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ വെളിച്ചെണ്ണ മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകിടും. കടുക് ഒരു 1.5 സ്പൂൺ കടുകിടും. മുളകിടും. നല്ലോണം വറ്റൽ മുളകുണ്ട്, ഒരു 5-6 വറ്റൽ മുളകുണ്ട്. സിമ്മാക്കുകയാണേ. മുളകിടുമ്പോൾ എപ്പോഴും സിമ്മാക്കിയാൽ നല്ലതാ. അതിലേക്ക് ഉഴുന്നുപരിപ്പ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഉഴുന്നുപരിപ്പ്. ഒരു 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്. പിന്നെ ഒന്ന് ഇളക്കട്ടെ കേട്ടോ. ഇളക്കി ഒരു ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ എത്തണം. അപ്പോഴേക്കും ഒരു പിടി കറിവേപ്പിലയും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഉഴുന്നുപരിപ്പും ഓൾമോസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ ആവുന്നുണ്ട്. ഞാനൊന്ന് ഇത്തിരി തീ കൂട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി നാളികേരം ആഡ് ചെയ്യാൻ പോണേ. കൂട്ടുകറിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നാളികേരം. അപ്പം അത് ആഡ് ചെയ്യണേ. സിമ്പിൾ തന്നെ ഇട്ട് ആഡ് ചെയ്യാം. അടി പിടിക്കാത്ത രീതിയിൽ നമുക്കിതിനെ ഇളക്കി 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 മൂപ്പാവണം. നാളികേരം മൂപ്പാവണം, ഒരു ബ്രൗണിഷ് കളറായിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കാം. ഞാൻ എന്താ ഫ്ലെയിം ഒന്ന് ഇത്തിരി കുറച്ച് വെച്ചിട്ടേ ഇതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണയുടെ കുറവുണ്ട്. അപ്പം ഞാൻ ഒരു ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. നേരിട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നുകൂടി ഇളക്കുകയാണേ. നമ്മുടെ നാളികേരം ഇങ്ങനെ ആയി വരുന്നുണ്ട്. എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പുതിയ ഉരുളിയാണ്. ഫ്ലെയിം ഞാൻ താഴ്ത്തിട്ടോ. പുതിയ ഉരുളി ആയതുകൊണ്ട്
എണ്ണ പെട്ടെന്ന് കുടിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യുക. ഉരുളി ഓൾറെഡി യൂസ് ചെയ്യണവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു പാകം നോക്കുമ്പോൾ അറിയാലോ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പാകം നോക്കുമ്പോൾ നമുക്കറിയാലോ. അതുകൊണ്ടാണ്, പുതിയ ഉരുളി ആയതുകൊണ്ടാണ് ഇത്രയും വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മൂപ്പാവാനും ഇത്രയും സമയം എടുക്കണേ. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി നല്ലോണം നമുക്ക് അങ്ങനെ മുരുമുരുന്നെടുക്കാം. ഈ ഉരുളി ചെറുതായിട്ട് നമുക്കൊരു പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പുതിയ ഉരുളി ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. എണ്ണ കുടിക്കണോണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ സ്വല്പം കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യണേ. ഇതിൽ നമ്മൾ സെറ്റ് ആവണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ടാവും ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരു പാകം നോക്കിയിട്ട് ഫ്ലെയിം കൂട്ടിയും കുറച്ചും കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തും അങ്ങനെയൊക്കെയാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നാളികേരം ഒന്നും കൂടി മൂപ്പാവാനുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലുണ്ടല്ലോ, ഞാൻ അതൊന്ന് സിമ്മാക്കുകയാണ്. മൂപ്പാവുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ അരച്ച് വെച്ച ആ കൂട്ട് അത് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്യാം. എന്തായി എന്നൊന്ന് നോക്കട്ടെ. നമ്മൾ ഇതിലേക്ക് ഇനി നേരത്തെ അരച്ച് വെച്ച നാളികേരം ആഡ് ചെയ്യാണ്. കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ എന്താ ഇതിങ്ങനെ ഒന്നുകൂടി ഇളക്കണ്ടേ. ഓക്കേ, ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യട്ടെ. ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി നമ്മൾ ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല കൂടി ആഡ് ചെയ്യണേ. നല്ലോണം മിക്സ് ചെയ്യണം. നാളികേരം ഇപ്പം ഏകദേശം മൂപ്പായിട്ടുണ്ട്, ഒരു നല്ല ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത്രയും നേരം ഇട്ടിട്ടുണ്ടായിരുന്നത്. നാളികേരപ്പം ആയിട്ടുണ്ട് കേട്ടോ, നല്ലോണം മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി ഒരു സ്വല്പം ജീരകം ഒന്ന് പൊട്ടിക്കാൻ പോവാം. അധികമില്ല, ഒരു വളരെ കുറച്ച് ജീരകം ഇട്ടിട്ട് ജീരകം ഒന്ന് പൊട്ടിക്കണം. ഈ നാളികേരം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് വേണം ഈ ജീരകം ഇങ്ങനെ പൊട്ടിക്കാൻ കേട്ടോ. ജീരകം ഏകദേശം മൂപ്പായിട്ടുണ്ട്. അപ്പം അത് ആ വഴിക്ക് നമുക്ക് ഇതെങ്ങനെയുണ്ട്, ഇതിൽ ഉപ്പുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ നമുക്കൊന്ന് നോക്കണ്ടേ. എരിവുണ്ട്, പക്ഷെ നാളികേരത്തിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ അതെല്ലാം പാകാവും. ഉപ്പൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു സ്വല്പം കുറയ്ക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യണ്ടേ. അത് ആഡ് ചെയ്തുകൊണ്ട് അത് കൂടുതലില്ല. പിന്നെ ഇതിൻ്റെ ഒരു കളറ് ഭയങ്കര റെഡ് കളറായിട്ടില്ല. അതിന് നമ്മൾ ഇതിൽ ഒരു സ്വല്പം മുളക് പൊടി ആഡ് ചെയ്യാണ്. കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്താൽ മതി, കളറ് കിട്ടാൻ കേട്ടോ. ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കളർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യണതാണേ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടിയും ഈ നാളികേരം അങ്ങോട്ട് വഴറ്റി, സിമ്മിലാണ് കേട്ടോ, ഫുൾ ടൈം സിമ്മിലാണേ. അല്ലെങ്കിൽ ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കരിയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സിമ്മിലേക്ക് ഇട്ടതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് ഇനി നമ്മൾ ഈ കുക്കറിലുള്ള എല്ലാം കൂടി ചേർക്കാൻ പോവാം. കുറച്ചിങ്ങനെ
വെള്ളം പോലെ ഉണ്ട് അത്, പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ അത് ഇളക്കണ സമയത്ത് ആ വെള്ളമൊക്കെ വറ്റിക്കോളും. ഇത്തിരി സംശയം ഉണ്ടായിരുന്നു വെള്ളം കുറവായിരുന്നോ എന്ന്, പക്ഷെ വെള്ളം കുറവൊന്നായിരുന്നില്ല, വെള്ളം പാകത്തിന് തന്നെയായിരുന്നു. അപ്പം പച്ചക്കറിയിൽ ആ വെള്ളം കൂടി ഇറങ്ങിയപ്പോഴേ എല്ലാം ശരിയായി. ഇനി ഇത് നന്നായിട്ട് നാളികേരവും പച്ചക്കറിയും തേങ്ങ അരച്ചതും തേങ്ങ വറുത്തതും എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇളക്കുക. നല്ലൊരു മിക്സായിട്ട് ഇതിപ്പോൾ കിട്ടും. ആ തേങ്ങയുടെ ബ്രൗൺ കളറും കറികളിലുള്ള ബ്രൗൺ കളറും റെഡ് കളറും ഒക്കെ കൂടി ഒരു സൂപ്പർ മിക്സ്. ഞാനൊരു ഒത്തിരി ഫ്ലെയിം കൂട്ടുന്നുണ്ട്, കാരണം ഒരു വെള്ളം പരിവുള്ളതൊന്ന് തിളച്ചതാവാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ, ഇത് അധികം അങ്ങനെ ഇളക്കണ്ട കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ കുറേ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഷ്ണം ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടേ നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് വറ്റിക്കാം. ഒന്ന് സിമ്മിലിട്ട് നമ്മൾ ഇതിനെ ഒന്ന് വറ്റാൻ വേണ്ടി വെച്ചതാ. ഓ, ഇളക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ കൂട്ടുകറി റെഡിയാണ് കേട്ടോ. ഒരു സ്വല്പം നിറം കുറവ് മാത്രമാണ് എനിക്ക് തോന്നണേ. അത് ഒരു എന്താ പറയുക, ഇത്തിരി കാശ്മീരി ചില്ലിയൊക്കെ കൂടി ആഡ് ചെയ്താൽ അത് ശരിയാവും. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ ഇഷ്ടമാണ്. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത് ബ്രൗൺ കളറിൽ ഇരിക്കണ്ടേന്ന് വിചാരിക്കണവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഓഫ് ചെയ്യണേ. എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ പാകത്തിനുണ്ട്, കുറവുണ്ട്, കൂടുതലുണ്ട്. പാകമാണ്, എൻ്റെ അളവിന് എല്ലാം പാകമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രുചിയുണ്ട്. കുറച്ച് എരിവുണ്ട്. അപ്പം എരിവിൻ്റെ ഒരു കണക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, എരിവ് കൂടുതൽ, ഈ എരിവ് എനിക്ക് പാകമാണ്, ചിലർക്കത് പാകാവില്ല. അപ്പോൾ എരിവിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ശർക്കര, നമുക്കൊരു കഷ്ണം കൂടി ശർക്കര വേണമെങ്കിൽ ആദ്യം വേവിക്കുമ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ലാസ്റ്റ് കാര്യം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ പൊടിക്കൈ ഉണ്ട്. നമുക്ക് ഒരു 2-3 കറിവേപ്പില എടുത്തിട്ടേ നല്ലോണം ഒന്നിങ്ങനെ തിരുമ്മി അതിൻ്റെ ഒരു ഫ്ലേവർ പുറത്തേക്ക് വരാൻ പാകത്തിന് നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എത്ര കറിവേപ്പില ഇട്ടാലും മതിയാവില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആഡ് ചെയ്യുന്നൊരു ഇലയാണ് കറിവേപ്പില എന്ന് പറയണത്. സംഗതി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കും എന്നുണ്ടെങ്കിലും ഇതില്ലാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഒന്നുകൂടി ഒരു അവസാന ഘട്ട ടേസ്റ്റിംഗ് ഞാൻ നടത്തുകയാണേ. സൂപ്പറായിട്ടോ, വെരി ടേസ്റ്റി. നമ്മൾ കൂട്ടുകറി റെഡിയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് വനിതം ഓണസദ്യയിൽ സാമ്പാർ.